കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് 3 മാസമായി ശമ്പളമില്ല. താൽക്കാലിക ജീവനക്കാരായ 10 പേർക്കാണ് ശമ്പളം ലഭിക്കാത്തത്. സുരക്ഷാ ജീവനക്കാരുടെ കുറവ് മൂലം താൽക്കാലിക ജീവനക്കാർ അധിക ജോലി കൂടി ചെയ്യുമ്പോഴാണ് സർക്കാരിന്റെ അവഗണന. കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികളോടാണ് സർക്കാർ അവഗണന കാട്ടുന്നത്. 20-ലധികം സുരക്ഷാ ജീവനക്കാർ വേണ്ടിടത്ത് വിരലിലെണ്ണാവുന്ന ജീവനക്കാർ മാത്രമാണുള്ളത്. രോഗികളെ വാർഡിൽ നിന്നും സെല്ലിലേക്ക് മാറ്റുമ്പോഴടക്കം മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. രോഗികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യവും നിരവധിയാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരോടാണ് അധികൃതരുടെ അവഗണന. 575 രൂപയാണ് തൊഴിലാളികളുടെ ദിവസവേതനം. നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം DMOയ്ക്ക് പരാതി നൽകിയപ്പോഴും സാങ്കേതിക പ്രശ്നമെന്ന മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത്. 3 മാസമായിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് അധികൃതർക്ക് മറുപടിയുമില്ല. മതിയായ സുരക്ഷാ ജീവനക്കാരെ ഉടൻ നിയമിക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമാവുകയാണ്. 20 ജീവനക്കാരെ കൂടി സൈനിക വെൽഫെയർ ബോർഡ് മുഖേന നിയമിക്കാനാണ് നിർദ്ദേശമെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. 114 പേരുടെ പട്ടിക ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും മാനസികാരോഗ്യ കേന്ദ്രത്തിന് നൽകിയിരുന്നു. ഇതിൽ നിന്നും 13 പേർക്ക് നിയമന ഉത്തരവും നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ജനം, കോഴിക്കോട്.